മമ്മൂക്ക രജനികാന്ത് തകർത്ത് അഭിനയിച്ച ദളപതി എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടും റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്മസ് റിലീസായിട്ട് ആദ്യം തിയേറ്ററിലെത്തി പതിയെ തുടങ്ങിയ മൂവിയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂടുകയും അത് സിനിമയുടെ കളക്ഷനെ ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു. ആദ്യ ദിവസം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയ ചിത്രം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. നാലാമത്തെ ദിവസമായ ഇന്നലെ ഞായറാഴ്ചയാണ് ചിത്രം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയത്. 1.5 കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ 4ാം ദിവസമായ ഇന്നലത്തെ കളക്ഷൻ. അങ്ങനെ ചിത്രത്തിന്റെ 4 ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷൻ 5 കോടിക്ക് മുകളിലേക്കും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് 4 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ 10 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. 4 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് 50 ലക്ഷത്തോളമാണ് ചിത്രത്തിന്റെ കളക്ഷൻ. ഓർക്കുക, ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് വലിയ ബിഗ് താരങ്ങളൊന്നും ഇല്ലാത്ത മൂവിയാണ് റൈഫിൾ ക്ലബ്ബ്. ഈ ഒരു ചിത്രത്തിന് ഈ ഒരു രീതിയിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രി ക്രിസ്മസ് വെക്കേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ ചിത്രത്തിന് സാധിച്ചാൽ നല്ലൊരു കളക്ഷൻ ഫിഗറിലേക്ക് ചെന്നെത്താൻ റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് സാധിക്കും. ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് എന്നാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. മമ്മൂക്കയും രജനികാന്തും തകർത്ത് അഭിനയിച്ച ദളപതി എന്ന ചിത്രം ഡിസംബർ 12-ാം തീയതി രജനികാന്തിന്റെ ബർത്ത്ഡേ ദിനത്തിന്റെ അന്നായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ചിത്രം വീണ്ടും റിലീസ് ചെയ്തത്. ഇന്ന് 13ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട ചിത്രത്തിന് വേൾഡ് വൈഡ് നിന്ന് ഇതുവരെയും ഏകദേശം 3.5 കോടിയോളം രൂപ കളക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. ട്രാക്കേഴ്സാണ് ഈ ഒരു കളക്ഷൻ ഫിഗർ പുറത്ത് വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ മുന്നേ റിലീസ് ചെയ്ത പല സിനിമകൾക്കും 4K വേർഷൻ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ദളപതി എന്ന ചിത്രം 4Kയിൽ എത്തിയപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് സിനിമ കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 13ാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് അവസ്ഥ എന്താണെന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാത്രി 7 o'clock ചെന്നൈയിൽ കളിക്കുന്ന ഒരു ഷോയുടെ ബുക്കിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇത്. നല്ല രീതിയിൽ ബുക്കിംഗ് എല്ലാം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 10:30 മണിയോട് അടുത്ത ഈ ഒരു സമയത്ത് ഷോ തുടങ്ങാൻ ഇനിയും 8 മണിക്കൂറിൻ്റെ മുകളിൽ സമയമുണ്ട്. അപ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ ഏകദേശം ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. സിനിമ റിലീസ് ചെയ്തിട്ട് ആദ്യ ദിവസമല്ല 13ാം ദിവസത്തിലൂടെ കടന്നു പോകുന്നു. സെക്കൻഡ് വീക്ക് പൂർത്തിയാവാനിരിക്കുന്നു. തേർഡ് വീക്കിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ കളിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മമ്മൂക്ക രജനികാന്ത് തകർത്ത് അഭിനയിച്ച ദളപതി എന്ന ചിത്രത്തിന്റെ 4K വേർഷൻ ആരെങ്കിലും കണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.